ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ചെയ്തിരുന്ന പോക്കോ N2 പ്രോയുടെ ക്യാമറ റിവ്യൂ ആണ്. ആ ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ഫിലിം വരെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാമറയാണ് M2 പ്രോയുടെ. അതിൻ്റെ ഒരു റിവ്യൂ ആണ്. അതുപോലെ തന്നെ അതിൽ നിന്നെടുത്ത കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ക്യാമറയിൽ എന്തൊക്കെ കാര്യങ്ങൾ, ഓപ്ഷൻസ്, എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് ടൈം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ സ്ലോ മോഷനിലേക്ക് പോകാം. നമുക്ക് സ്ലോ മോഷന് സാധാരണ രീതിയിൽ 240 ഒക്കെയാണ് വരാറ്. ഇതിൽ വരുന്നത് മാക്സിമം എന്ന് പറയുന്നത് 960 വരെ നിങ്ങൾക്ക് സ്ലോ മോഷൻ എടുക്കാൻ പറ്റും. അത് തന്നെയാണ് ഏറ്റവും ഈ ഒരു ഫോണിൻ്റെ ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം നല്ല രീതിയിൽ ഇതിൻ്റെ സ്ലോ മോഷൻ വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്ലോ മോഷൻ എടുക്കാൻ പറ്റും. പിന്നെ ഇതിലുള്ളത് ഷോർട്ട് വീഡിയോ എഡിറ്റാണ്. ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ സ്റ്റാറ്റസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ക്യാമറയിൽ കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ഒരുപാട് എഫക്റ്റുകളും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇടുന്നവർക്കൊക്കെ ഈ ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വളരെ ഉപകാരമായിരിക്കും. അതുപോലെ ഇതിൻ്റെ കളറിങ് നിങ്ങൾ കാണുന്നുണ്ടാകും. പോക്കോയുടെ ക്യാമറയുടെ കളറിംഗ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു കളറിംഗ് എഫക്റ്റാണ് വരുന്നത്. ഇതുപോലെ ഒരുപാട് എഫക്റ്റുകൾ വരുന്നുണ്ട് ഓരോരോ രീതിയിലായിട്ട്. നിങ്ങൾക്ക് ചെറിയ ചെറിയ വീഡിയോസുകളായിട്ട് ഷോർട്ടായിട്ട് സ്റ്റാറ്റസൊക്കെ വെക്കാൻ ഈ ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ടാവും. അറ്റ് എ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ വോയിസ് കൊടുക്കാൻ പറ്റും. ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ സ്ലോ മോഷൻ ആയിട്ടും എങ്ങനെ വേണമെങ്കിലും എഫക്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നോക്കാൻ പോകുന്നത് വീഡിയോസാണ്. വീഡിയോസ് അല്ല എന്തൊക്കെ ഓപ്ഷനാണ് വരുന്നത്, അതുപോലെ തന്നെ എത്രത്തോളം സൂമിങ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നോക്കാം. അതിന് മുന്നേ ചെറിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾ സ്ക്രീനിൽ നല്ല രീതിയിൽ ബ്രൈറ്റ്നസ് ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾ വിസിബിലിറ്റി കുറവായിരിക്കും. ഈ ഒരു ഔട്ട് സൈഡിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾ ക്ഷമിക്കുക ആ ഒരു കാര്യം. പിന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ മാക്സിമം സൂമിങ് എന്ന് പറയുന്നത് 6x സൂമിങ് വരുന്നത്. നമുക്കറിയാവുന്നൊരു കാര്യമാണ്. 6x മുകളിലേക്ക് പോകുമ്പോൾ വീഡിയോന് നല്ല രീതിയിൽ ക്വാളിറ്റി കുറയും. അതുകൊണ്ടായിരിക്കും 6x വരെ കൊടുത്തിരിക്കുന്നത്. ഒരു 6x ഇട്ടിട്ട് പോലും ഈ ഒരു കളറിങ്ങിനൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. ഈ ഒരു പോക്കോൻ്റെ മെയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളറിംഗ് ആണ്. ക്യാമറയിൽ നല്ല രീതിയിലുള്ള ഒരു എഫക്റ്റും കാര്യങ്ങളാണ് വരുന്നത്. അടുത്തത് നമ്മൾ ഫോട്ടോസിൽ എന്തൊക്കെ ഓപ്ഷൻസും കാര്യങ്ങളും വരുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഫോട്ടോയുടെ ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കാം. ഇപ്പോൾ ഉള്ളത് 48 മെഗാ പിക്സലിൻ്റെ ഈ ഒരു ഓപ്ഷനിലാണ്. അതിൽ സൂം ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പോലും നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് 48 മെഗാ പിക്സൽ ഇട്ടിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ദൂരെ നിന്നുള്ള ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ ഫോട്ടോ എടുത്താൽ സൂം ചെയ്താൽ, നിങ്ങൾ ഫോട്ടോ എടുത്തതിന് ശേഷം സൂം ചെയ്താൽ നല്ലൊരു ക്വാളിറ്റിയിൽ ഫോട്ടോസ് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് 48 മെഗാ പിക്സൽ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ കൊടുത്തിരിക്കുന്നത്. പോർട്രേറ്റ് മോഡൽ ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം ബ്ലറിങ് വേണമെന്നുള്ളതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൽ നൈറ്റ് മോഡ് അവൈലബിൾ ആണ്. നൈറ്റ് മോഡിൻ്റെ സാമ്പിൾ ഫോട്ടോസ് ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. പനോരമ മോഡാണ് പിന്നെ വരുന്നത്. അത് സാധാരണ എല്ലാ ഫോണിലും ഉണ്ടാകുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. നേരത്തെ നമ്മൾ വിട്ടുപോയൊരു കാര്യമാണ് ഫോട്ടോസിൻ്റെ സൂമിങ് എന്ന് പറയുന്നത്. ഫോട്ടോസിൻ്റെ സൂമിങ് വരുന്നത് മാക്സിമം 10x ആണ്. സാധാരണ നോർമലായിട്ടുള്ള എല്ലാ ഫോണിലും വരുന്ന പോലെ തന്നെ 10x തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ പിന്നെ പ്രോ മോഡ് വരുന്നുണ്ട്. പ്രോ മോഡിൽ നിങ്ങൾക്ക് ISO അതുപോലെ തന്നെ ഷട്ടർ സ്പീഡൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഫോട്ടോ ഒക്കെ
ഈ ഒരു പ്രോ ഓപ്ഷൻ വെച്ചിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്യാമറയിലേക്ക് തന്നെയാണ് മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അത്രയും ഓപ്ഷൻസും കാര്യങ്ങളും ഈ ഒരു ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ മുകളിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് ഓപ്ഷൻസും കൂടെ കാണിക്കുന്നുണ്ട്. ഇതിൽ മാക്രോ ഫോട്ടോഗ്രാഫി അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ മാക്രോൻ്റെ അത് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള ഓപ്ഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും മാക്രോ ഓൺ ചെയ്യുമ്പോൾ അത് ഫോക്കസ് ആവാത്തത്, അതായത് ഓൺ ചെയ്യുമ്പോൾ ഫോക്കസ് ആവുന്നതും അതുപോലെ തന്നെ ഓഫ് ചെയ്യുമ്പോൾ അത്രത്തോളം അടുത്ത് വെക്കുമ്പോൾ ഫോക്കസ് ആവാത്ത പ്രശ്നങ്ങളും കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് മാക്രോ ലെൻസ് കൊടുക്കുന്നത്. നമ്മൾ ചിലർ ചിന്തിച്ചിട്ടുണ്ടാവും സാധാരണ ക്യാമറയിൽ തന്നെ ചെയ്തുകൂടെ എന്നുള്ളത്. അതായത് നമ്മളൊരു വസ്തുവിൻ്റെ അടുത്ത് വെക്കുമ്പോൾ ഫോക്കസ് ആവില്ല ഈ ഒരു മാക്രോ ലെൻസ് ഇല്ലെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് മാക്രോ ലെൻസ് കൊടുക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോട്ടോ എടുക്കുമ്പോൾ സ്റ്റഡി ആയിട്ടാണോ ഫോൺ ഉള്ളതെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് സ്ക്രീനിലൊരു ചെറിയൊരു ലൈന് കാണാൻ പറ്റും. അത് സ്റ്റഡിയിലാണോ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് വേണ്ട ആവശ്യം ഉണ്ടാവില്ല. കൃത്യമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അതിനാണ് ആ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഷോർട്ട് ഫിലിമൊക്കെ എടുക്കുന്നവർക്ക് ഏറ്റവും ഒരു ബഡ്ജറ്റ് ഫോണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും ഒരു നല്ല ചോയ്സാണ് ഇത്. അതുപോലെ തന്നെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ ലെൻസ്. നമ്മൾ സെപ്പറേറ്റ് ഗൂഗിളിൻ്റെ ഇതൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഗൂഗിളിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ക്യാമറ എടുത്ത് ജസ്റ്റ് നമ്മൾ ക്യാമറ ലെൻസ് കൊടുത്താൽ മതി, ഗൂഗിൾ ലെൻസ് കൊടുത്താൽ മതി. ഇത് ക്യാമറ ഫ്രെയിമാണ്. നമ്മൾ ഫുൾ സ്ക്രീനിലാണോ എത്ര ഒരു ഫ്രെയിമിലാണോ വേണ്ടത് എന്നുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നേരത്തെ ഇതുപോലെ മുകളിൽ ആ ബ്ലാക്ക് എന്ന് പറയുന്ന ഓപ്ഷന് മാറി ഫുള്ളായിട്ട് സ്ക്രീനിൽ നമ്മൾ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് വരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ടൈം ലാപ്സ് ഉണ്ട്. ഇത് മുകളിലാണ് ഉള്ളത്. സ്ലോ മോഷന് താഴെ നേരത്തെ കണ്ട അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് മൂവി ഫ്രെയിമാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഓരോരോ കാര്യത്തിനും ഓരോരോ ഫ്രെയിം മോഡൽ ഉണ്ടാവും. അതായത് യൂട്യൂബ് വീഡിയോന്, അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസിന്, സ്റ്റോറേജിന്, ഇതൊക്കെ ഓരോരോ രീതിയിലുള്ള ഫ്രെയിമുകളാണ് വരുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് മൂവി ഫ്രെയിമാണ്. ഇതിലിട്ട് നമുക്ക് ഷോർട്ട് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൻ്റെ ഷൂട്ടിങ്, അതായത് വീഡിയോ ക്വാളിറ്റി പെട്ടെന്ന് തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ മാറ്റാൻ പറ്റും. നിങ്ങൾ സെറ്റിങ്സിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ കാണിക്കുന്ന ഈ ഒരു സൈഡിൽ പ്രസ് ചെയ്യുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് 4K 60 ഫ്രെയിം ഇല്ല, 30 ഫ്രെയിം സെക്കൻഡിലാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ 1080 ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത് 720pയിലാണ്. അതൊക്കെ ഇവിടുന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മൾ ഇതിൻ്റെ ക്യാമറ സെറ്റിങ്സാണ് നോക്കാൻ പോകുന്നത്. ടൈം ലാപ്സൊക്കെ 4Kയിലിട്ടിട്ട് നമുക്ക് ടൈം ലാപ്സൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ ടൈം ലാപ്സൊന്നും 4Kയിൽ ഷൂട്ടിംഗ് കൊടുക്കുന്ന മറ്റ് മോഡലൊക്കെ കുറവാണ്. അതുപോലെ തന്നെ സ്ലോ മോഷൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, 90-60 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയും ഒരു ക്യാമറയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ ഒരു ഫോൺ ഇറക്കിയത്. ഇനിയും ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങളും ഓപ്ഷൻസും കണ്ട് ഇനിയും ഉണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വരുന്നത്. അവിടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പം വരുന്ന ചില ഫോണുകൾക്കൊക്കെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, AI എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മോഡൽ ഇടുവാണെങ്കിൽ നിങ്ങൾ എന്താണ് ഷൂട്ട് ചെയ്യുന്നുള്ളത് അവിടെ ഒരു ചെറിയ സിമ്പിളായിട്ട് വരും. ഫ്ലവർ ആണെങ്കിൽ അവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ഫ്ലവറിൻ്റെ ഒരു സിമ്പിൾ വന്നത്. അതുപോലെ തന്നെ മറ്റ് ഇലയുടെ ഒരു സിമ്പിൾ വരുന്നത് കാണാൻ പറ്റും.
നിങ്ങൾക്ക് അത്രത്തോളം ബ്രൈറ്റ്നസ് ആയിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു എലോയുടെ സിമ്പൽ വന്നത് ഇവിടെ. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയുടെ ഗുണമെന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു ഗ്രീൻ ആയിട്ടുള്ള ഒരു പൂവ്, അതുപോലെ തന്നെ റെഡ് ആയിട്ടുള്ള ഒരു പൂവൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രീതിയിൽ കളർ എഫക്റ്റും കാര്യങ്ങളും ഈ ഒരു ഫോണിന് മനസ്സിലാവും ഇതൊരു പൂവാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പൂവിന് വേണ്ട എല്ലാ ഒരു കളറും കാര്യങ്ങളും ഫോൺ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഫോണിൻ്റെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് കൂടുതലായിരിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൽ നിന്നെടുത്ത കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസുമാണ്. നിങ്ങൾ ക്വാളിറ്റി മനസ്സിലാക്കുക, അതുപോലെ തന്നെ യൂട്യൂബിൽ പിക്സൽ കൂട്ടിയിടുക. ടോട്ടൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ മെഗാ പിക്സൽ എന്ന് പറയുന്നത് 48 മെഗാ പിക്സൽ, അതുപോലെ തന്നെ 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ 5 മെഗാ പിക്സലിൻ്റെ ഡെപ്ത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് 2 മെഗാ പിക്സലാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ നിന്നെടുത്ത ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസുമാണ്. അതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവുക. ഈ ഒരു ഫോണിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇതിൽ നിന്നെടുത്ത ഫോട്ടോസും വീഡിയോസും കാണാം.